ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ റെഫ്രിജറേഷനിലും എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിലും ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകും. റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസർ ഐഡന്റിഫൈ ചെയ്യാൻ, റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളുടെ മോഡലുകൾ ഐഡന്റിഫൈ ചെയ്യാൻ, വിൻഡോ എയർ കണ്ടീഷണറുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യാൻ, വിൻഡോ എയർ കണ്ടീഷണറുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളുടെ മോഡലുകൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഇനി നമുക്ക് റെഫ്രിജറേഷനിലും എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിലും ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂളുകൾ, എക്യുപ്മെന്റുകൾ, കൺസ്യൂമബിളുകൾ. വർക്ക് ബെഞ്ച്, ട്രെയിനീസ് ടൂൾ കിറ്റ്, വ്യത്യസ്ത കപ്പാസിറ്റിയിലും തരത്തിലുമുള്ള സീൽഡ് കംപ്രസറുകൾ, ക്ലീൻ വേസ്റ്റ് ക്ലോത്ത്. ഇനി നമുക്ക് റെഫ്രിജറേഷനിലും എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിലും ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1. 4 തരത്തിലുള്ള കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുക. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, റോട്ടറി കംപ്രസർ, സ്ക്രോൾ കംപ്രസർ, പിന്നെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. നമുക്ക് ഓരോന്നും അതിന്റെ തരവും ഉപയോഗവും അനുസരിച്ച് പരിശോധിക്കാം. കംപ്രസർ വർക്ക് ബെഞ്ചിൽ വെക്കുക. കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുക. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഈ ടൈപ്പ് കംപ്രസർ റെഫ്രിജറന്റ് ഗ്യാസ് കംപ്രസ് ചെയ്യാൻ ഒരു സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ ഉപയോഗിക്കുന്നു. ഇത് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ പോലെ ഗ്യാസ് കംപ്രസ് ചെയ്യാൻ അപ്പ് ആൻഡ് ഡൗൺ മോഷനോട് കൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റോട്ടറി കംപ്രസർ. ഈ കംപ്രസറുകൾ റെഫ്രിജറന്റ് കംപ്രസ് ചെയ്യാൻ റൊട്ടേറ്റിംഗ് മെക്കാനിസങ്ങൾ, സാധാരണയായി ഒരു റോളറോ വെയിനോ ആണ് ഉപയോഗിക്കുന്നത്. റോട്ടറി കംപ്രസറുകളുടെ സൈസ് ചെറുതുമാണ്. അവ വളരെ സ്മൂത്തായി ഓപ്പറേറ്റ് ചെയ്യുകയും അതിനാൽ അവ സ്മോളർ റെഫ്രിജറേഷൻ യൂണിറ്റുകളിൽ വളരെ പ്രശസ്തവുമാണ്. സ്ക്രോൾ കംപ്രസർ. ഈ ടൈപ്പ് കംപ്രസറുകൾ 2 സ്പെഷ്യൽ ഷേപ്ഡ് സ്ക്രോളറുകളാണ് റെഫ്രിജറന്റ് കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്പൈറലുകളിൽ വോളിയം ഡിക്രീസ് ചെയ്തുകൊണ്ട് ഗ്യാസ് കംപ്രസ് ചെയ്തിട്ട് ഒരു സ്ക്രോൾ സ്റ്റേഷനറിയായി നിൽക്കുകയും ആ സമയം മറ്റൊന്ന് അതിനു ചുറ്റും ചലിക്കുകയും ചെയ്യും. സെൻട്രിഫ്യൂഗൽ കംപ്രസർ. സാധാരണയായി വലിയ ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിലാണ് കാണപ്പെടുന്നത്. സെൻട്രിഫ്യൂഗൽ കംപ്രസറുകൾ റെഫ്രിജറന്റ് ഗ്യാസ് ആക്സിലേറ്റ് ചെയ്യാൻ ഹൈ സ്പീഡ് റൊട്ടേഷൻ ഉപയോഗിക്കുന്നു. ഇത് കൈനറ്റിക് എനർജിയെ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് മാറ്റിക്കൊണ്ട് ഗ്യാസ് കംപ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് റെഫ്രിജറേഷനിലും എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിലും ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡോ എയർ കണ്ടീഷണറിൽ 2 തരത്തിലുള്ള കംപ്രസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുകളും റോട്ടറി കംപ്രസറുകളും. നമുക്ക് ഈ ഓരോ തരത്തിലുള്ള വിൻഡോ എയർ കണ്ടീഷണർ കംപ്രസറുകളെ കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും പഠിക്കാം. വിൻഡോ എയർ കംപ്രസറുകൾ വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. വിൻഡോ എയർ കണ്ടീഷണറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കംപ്രസർ ഐഡന്റിഫൈ ചെയ്യുക. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുകൾ സാധാരണയായി ചെറിയ വിൻഡോ എയർ കണ്ടീഷണറുകളിലാണ് കാണപ്പെടുന്നത്. അവ റെഫ്രിജറന്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ സിലിണ്ടറിനുള്ളിൽ മുകളിലേക്കും താഴേക്കും നീങ്ങുന്ന പിസ്റ്റൺ ഉപയോഗിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കംപ്രസറുകൾ സിമ്പിൾ ഡിസൈനും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. ചില വിൻഡോ എയർ കണ്ടീഷണറുകൾ റോട്ടറി കംപ്രസറുകളാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും ഹയർ കൂളിംഗ് കപ്പാസിറ്റി ഉള്ളവ. റോട്ടറി കംപ്രസറുകൾ റെഫ്രിജറന്റ് കംപ്രസ് ചെയ്യാൻ റൊട്ടേറ്റിംഗ് മെക്കാനിസങ്ങൾ,
സാധാരണയായി ഒരു റോളറോ വെയിനോ ആണ് ഉപയോഗിക്കുന്നത്. റോട്ടറി കംപ്രസറുകൾ വളരെ സ്മൂത്തായി ഓപ്പറേറ്റ് ചെയ്യും, കൂടാതെ അവ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുകളെക്കാൾ ചെറുതുമാണ്. വിൻഡോ എയർ കണ്ടീഷണറിന്റെ പ്രത്യേകതകൾ ടേബിൾ 1-ൽ രേഖപ്പെടുത്തുക. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി. റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസർ ഐഡന്റിഫൈ ചെയ്യാൻ, റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളുടെ മോഡലുകൾ ഐഡന്റിഫൈ ചെയ്യാൻ, വിൻഡോ എയർ കണ്ടീഷണറുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുക, വിൻഡോ എയർ കണ്ടീഷണറുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളുടെ മോഡലുകൾ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും റെഫ്രിജറേഷനിലും എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളിലും ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം കംപ്രസറുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ഗുഡ് ബൈ.